Halamati habi vandale halamati habibu halamati habi vanda halamati habibu. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റ് ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു ഓഡിയോ പ്രാന്തന്മാരാണെന്ന് പറയാം. കാരണം നമുക്കൊരു ഓഡിയോ സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ സൗണ്ട് എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വാട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ഡേഷൻസ് വരുത്താൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലത്തെ ഒരു ഓഡിയോ പ്രാന്തം തന്നെയാണ് ഞാനും. അപ്പൊ ഞാനൊരു എന്റെ ആംപ്ലിഫയർ ഞാൻ യൂസ് ചെയ്യുന്നത് 5.1 ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വാട്സ് കുറഞ്ഞ ഒരു ചെറിയൊരു പെർ ചാനലൊക്കെ നമുക്കൊരു 10-15 വാട്സ് കിട്ടുന്ന രീതിയിലുള്ള ആംപ്ലിഫയർ ബോർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അത് ചെറിയ സൗണ്ട് മതിയായിരുന്നു. പക്ഷെ എങ്കിലും നമ്മളെപ്പോഴും ഈ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അപ്പൊ ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇതിന് കുറച്ചുകൂടി വാട്സ് ഉള്ള ഒരു ആംപ്ലിഫയർ ബോർഡ്, അതായത് ഓരോ ചാനലും ഒരു 50 വാട്സ്, 30 മുതൽ 50 വാട്സ് വരെ കിട്ടുന്ന രീതിയിലുള്ള ഒരു അപ്ഡേഷനാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും ഒരു ബോർഡ് മേടിച്ചിട്ട് അധികം യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഡിസ്ക്രീറ്റ് കമ്പോണന്റ് ഉപയോഗിച്ചിട്ട് ഒരു ആംപ്ലിഫയർ ബോർഡ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറെ സർക്യൂട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സർക്യൂട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത്തരത്തിലുള്ള സർക്യൂട്ടുകളൊക്കെ നമുക്ക് എടുത്ത് ചെയ്യുമ്പോൾ എല്ലാം സക്സസ് ആവണമെന്നില്ല. അപ്പൊ അത്തരത്തിലൊരു പെർ ചാനലിൽ നമുക്കൊരു 50 വാട്സ് വരയ്ക്ക് കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ഡിസൈൻ എന്നെ നോക്കിയപ്പോ നമ്മുടെ ഒരു മലയാളിയായ ജോഷി സാറിന്റെ ഒരു ഡിസൈൻ ഉണ്ട്. അതായത് ലിയാഡൽ എന്ന പേരിൽ PA സിസ്റ്റംസ് ആംപ്ലിഫയേഴ്സ് ഒക്കെ നിർമ്മിക്കുന്ന ജോഷി സാറിന്റെ ഹോബി പർപ്പസിന് വേണ്ടി കുറെ ഡിസൈൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു സർക്യൂട്ടാണ് LJ504 എന്നൊരു സർക്യൂട്ട്. അത് ഏറ്റവും കുറഞ്ഞ കമ്പോണൻസ് ഉപയോഗിച്ച് നമുക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു സർക്യൂട്ടാണ്. അതിന് ടിപ്പ് 142, 147 ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ നമ്മൾ PCB ആക്കി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ PCB വരച്ച് ഒരു 5 ചാനൽ ബോർഡാക്കി അത് ചെയ്ത് അസംബിൾ ചെയ്യാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. 5 ചാനൽ ബോർഡ് ആദ്യം ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒരു 2 ചാനൽ നമുക്ക് സ്റ്റീരിയോ ആയിട്ട് അങ്ങനെ ടെസ്റ്റ് അടിച്ച് നോക്കാം എങ്ങനെ വർക്കിംഗ് എങ്ങനെ കിട്ടുന്നുള്ളത്. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ബാക്കി ചാനൽ കൂടി നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ആ PCB ഡിസൈൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട് വരാം. 4 ഓം ലോഡിൽ 50 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ലിയാഡൽ ജോഷി സാറിന്റെ LJ504 എന്ന ഡിസൈന് നമ്മളൊരു 5 ചാനൽ PCB ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്പ്രിന്റ് ലേഔട്ട് എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ സിംഗിൾ ചാനലായിട്ട് മോണോ ആംപ്ലിഫയർ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിനെ 5 ചാനലാക്കിയിട്ട് റീഡിസൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പലപ്പോഴായി കിട്ടിയ ഒഴിവ് സമയങ്ങളിൽ കുറേ നാളെടുത്താണ് ഈ ഒരു PCB ഡിസൈൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത്. അപ്പൊ നമ്മുടെ ആ PCB ഡിസൈൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടു. അതിനൊരു സ്പ്രിന്റ് ലേഔട്ട് എന്നുള്ള ഒരു സോഫ്റ്റ്വെയറിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് നമുക്ക് പ്രിന്റ് എടുത്തിട്ട് PCBയിലേക്ക് പ്രിന്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ PCB കെമിക്കൽ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എച്ച് ചെയ്തെടുക്കണം. അത് ട്രാക്ക് ആക്കി എടുക്കണം. എന്നിട്ട് അത് ഡ്രില്ല് ചെയ്യണം. ഡ്രില്ല് ചെയ്തിട്ട് കമ്പോണൻസ് ഒക്കെ നമുക്ക് അതിൽ ഇട്ട് അസംബിൾ ചെയ്ത് ഒരു ആംപ്ലിഫയർ ബോർഡാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു PCB എച്ചിങ്ങിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, അതെങ്ങനെയാണ് എച്ച് ചെയ്തെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഹോം മെയ്ഡായിട്ട് PCB ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ക് പൗഡർ ആയിട്ടുള്ള ലേസർ പ്രിന്ററിൽ വേണം പ്രിന്റ് എടുക്കാൻ. പിന്നെ പ്രിന്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഗ്ലോസി ടൈപ്പ് പേപ്പർ ആയിരിക്കണം. കൂടാതെ ആക്ച്വൽ സൈസിൽ വേണം നമ്മൾ ആ പ്രിന്റ് എടുക്കാൻ. അങ്ങനെ ആ പ്രിന്റ് എടുത്ത ഒരു ഡിസൈന് കോപ്പർ സൈഡ്, അതായത് ട്രാക്ക് ഉള്ള സൈഡ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതേ അളവിൽ തന്നെ പ്ലെയിൻ കോപ്പർ ക്ലാഡ് PCBയും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ ഓക്സൈഡ് കോട്ടിംഗ് പോകുന്നതിന് വേണ്ടിയിട്ട് പുറമേ ഒന്ന് ക്ലീൻ ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തെടുത്ത PCBയുടെ കോപ്പർ സൈഡും ഡിസൈനും തമ്മിൽ ചേർത്ത് വെച്ച് ഒരു സെല്ലോ ടേപ്പോ മറ്റോ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു അയൺ ബോക്സ് എടുത്ത് ഹീറ്റ് അല്പം കൂട്ടി വെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്യുക. ഒരു 15 മിനിറ്റിലധികം ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രിന്റ് പുറത്തേക്ക് തെളിഞ്ഞു കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രിന്റ് അതിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന്. ഇനി ഇതല്പം ആറിയതിനു ശേഷം വെള്ളത്തിൽ കുതിർത്തി ഇതിന്റെ പുറത്തുള്ള പേപ്പർ കോട്ടിംഗ് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ കറക്റ്റായിട്ട് തന്നെ ഇതിന്റെ പ്രിന്റ് പിടിച്ചിരിക്കുന്നത് കാണാം. ഇനി ചില സ്ഥലങ്ങളിൽ ട്രാക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ആ ഭാഗം കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ PCB ഒന്ന് എച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെറിക് ക്ലോറൈഡ് വാട്ടറും ചേർത്ത സൊല്യൂഷനാണ്. അപ്പോൾ ഈ PCB ഒരു ചെറിയ പ്ലാസ്റ്റിക് ട്രേയിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഈ സൊല്യൂഷൻ മുങ്ങത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് തന്നെ അതിൽ കോപ്പർ സൈഡ് ഈ ഒരു സൊല്യൂഷനിലേക്ക് ലയിച്ച് ചേരുന്നത് കാണാം. കുറേ സമയത്തിനാണ് ഒരു അരമണിക്കൂറോളം ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് ഇതിൽ പൂർണ്ണമായും ഈ ഒരു ട്രാക്ക് മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്തിട്ട് കഴുകി ഉപയോഗിക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഡ്രില്ല് ചെയ്തെടുക്കണം. നമ്മൾ PCB ഡ്രില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് ഡ്രില്ല് ചെയ്യുന്ന ഹോള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടുന്ന കമ്പോണൻസിൻ്റെ ലെഗിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ബിറ്റുകൾ വേണം സെലക്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഈ ട്രാക്കിൻ്റെ പുറത്തുള്ള ആ പ്രിന്റ് കൂടി ഒന്ന് ഇളക്കി കളയണം. അതിനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള തിന്നറോ അല്ലെങ്കിൽ പെട്രോളോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്ത് കളയുന്നത്.
അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ PCBയുടെ ബോട്ടം സൈഡ് ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് സൈഡ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ടോപ്പ് സിൽക്ക് സ്ക്രീനിൻ്റെ പ്രിൻറ്റ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രിൻറ്റ് ഇളകി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് വെള്ളം നനച്ചിട്ട് ഈ പേപ്പർ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പ് സൈഡും ബോട്ടം സൈഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു PCBയോടൊപ്പം തന്നെ ഞാനിതിൻ്റെ ബയാസിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ചെറിയ സ്മാൾ PCB 3 ഡയോഡ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു സ്മാൾ PCB കൂടി ഇതോടൊപ്പം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു PCB സെക്ഷൻ മാത്രം കട്ട് ചെയ്തിരുന്ന് മാറ്റണം. ഓക്കെ, 5 ചാനലായിട്ട് ബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ചാനൽ മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മറ്റുള്ള ചാനൽ കൂടി അസംബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരിട്ട് ആ ഒരു കമ്പോണൻസ് അസംബ്ലിംഗ് വീഡിയോയിലേക്ക്. ഇനി നമുക്ക് ഇതിൽ കമ്പോണൻസ് അസംബിൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കമ്പോണൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അസംബിൾ ചെയ്യാം. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സ്മാൾ ടൈപ്പ് ചെറിയ കമ്പോണൻസുകൾ, അതായത് റെസിസ്റ്റർ, ചെറിയ കപ്പാസിറ്റർ പോലെയുള്ള ചെറിയ ചെറിയ കമ്പോണൻസ് നമുക്ക് ആദ്യം ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ വലിയ കമ്പോണൻസ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഒരു ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്നും ഒരു വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയറായി മാറുന്നത് വരയ്ക്ക് എന്തൊക്കെ പ്രോസസ്സ് ഉണ്ട്, അതെങ്ങനെ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലായുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോർഡ് അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 2 ചാനലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒരു ലെഫ്റ്റും റൈറ്റും കൊടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിൽ കമ്പോണൻസ് എല്ലാം അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇത് ടിപ്പ് 142, 147 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മേലെ ഒരു PCBയിൽ ഒരു 3 ഡയോഡ് കൊടുത്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹീറ്റ് സിങ്കിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ വരുന്ന ഹീറ്റ് സിങ്കിലേക്ക് അത് കൊടുക്കണം. ഇത് ബയാസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡയോഡുകളാണ്. അപ്പോൾ ഈ ബയാസിങ്ങിൽ ഹീറ്റ് സിങ്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റിനനുസരിച്ച് ഇതിൽ ചെറിയ തോതിൽ ആ ഹീറ്റ് ഓവർ ഹീറ്റിലേക്ക് പോകണമെങ്കിൽ ഇത് ഇവിടെ ബയാസിങ് അഡ്ജസ്റ്റ് ചെയ്യും. ആ ഒരു ഇതിന് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയോഡ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഡിസൈൻ എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇനി ഹീറ്റ് സിങ്കുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പററി ഒരു ചെറിയ ഹീറ്റ് സിങ്കുമായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇത് വർക്കിംഗ് ഓക്കെ ആണോ നോക്കുക, അതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കണം. ഓക്കെ ആണെങ്കിൽ നമുക്ക് മറ്റുള്ള ചാനലുകൾ, ഇവിടെ 3 ചാനൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, ഈ 3 ചാനലുകൾ കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് ഹീറ്റ് സിങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അടുത്ത പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. കാരണം ഇപ്പൊ തന്നെ ഒരു അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ ഇടാം. ഇപ്പോൾ നമ്മളിതിന്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്തതിൽ നോക്കാം. ഓക്കെ ആണെങ്കിൽ, നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബോർഡിന് വേണ്ട പവർ സപ്ലൈ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ഒരു പവർ ട്രാൻസിസ്റ്ററിനെ ഹീറ്റ് സിങ്കുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ വയറിങ് ചെയ്യണം, ടെസ്റ്റിംഗ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ഏവർക്കും ബൈ.